രാത്രി മനു അലീനെ വിളിക്കാണ്. അലീനയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛൻ, ഓക്കെ ആയോ? അങ്ങനെ പറയാം. ചില സമയം നല്ല സ്നേഹത്തോടെ പെരുമാറും, ചില സമയത്താണല്ലോ ഭയങ്കര ദേഷ്യം. പുള്ളി എന്താ വിചാരിക്കുന്നതെന്ന് പുള്ളിക്ക് പോലും അറിയില്ല എന്ന് പറയുന്നുണ്ട്. അത് സാരമില്ല, ഒരു പട്ടാളക്കാരനല്ലായിരുന്നോ, അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. എങ്കിലും മനേട്ടാ, ഞാൻ സ്വന്തം മോളല്ലേ, എന്നോട് കുറച്ചുകൂടി സ്നേഹത്തോടൊക്കെ പെരുമാറിക്കൂടെ? അത് പിന്നെ ഇത്രയും കാലം ഇല്ലാതിരുന്ന മകളല്ലേ, ഉണ്ടായിരുന്നെന്ന് നിന്റെ പപ്പയ്ക്ക് അറിയില്ലായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും. ഓ, ഇത് ഏതാണ്ട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. വെട്ടവും വെളിച്ചവും ഒന്നുമില്ല. ഏതാണ്ട് 3-3.5 ഏക്കറിനകത്താണ് ഈ വീട് തന്നെ. പിന്നെ 150 ഏക്കർ പറമ്പുണ്ട്. അത് പിന്നെ ഒരു 10 മിനിറ്റ് ദൂരത്തോട്ട് വീടൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചേച്ചി രാവിലെ വരും, അവര് അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്യും. ഇവിടുത്തെ കാര്യമൊക്കെ നല്ല രസമാണ്. എന്തു പറ്റി? അല്ല, ആ ചേച്ചി രാവിലെ വരുമ്പം കാല് കവറോട്ടാ വരുന്നത്, തിരിച്ചു പോകുമ്പം വലിയ കവർ നിറയെ സാധനങ്ങളുമായിട്ട്. അതെന്തു പറ്റി? അതിവിടെ കള്ളക്കടത്തൊക്കെ നടക്കുന്നുണ്ട്. കള്ളക്കടത്തോ? അതേന്നെ, അടുക്കളയിലെ സാധനങ്ങൾ, അരിയും പഞ്ചസാരയും എണ്ണയും അങ്ങനത്തെ സാധനമൊക്കെ ഇവിടുത്തെ പൗലോസേട്ടൻ അവർക്ക് കൊടുത്തു വിടുന്നതാ. ആഹാ, അത് കൊള്ളാലോ. പൗലോസേട്ടനാണോ അവിടുത്തെ കുക്ക്? അതെ, അയാൾ ഇച്ചിരി പെശകാം. അയാള് സാധനത്തിലൊക്കെ എന്തൊക്കെയോ കേടുപാടുകൾ സംഭവിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയോ ക്രമക്കേടുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരു മാസത്തെ ബില്ല് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 1,50,000 രൂപ. ഇവിടുത്തെ എൻ്റെ അച്ഛനും അവർ 3 പേര് ജോലിക്കാർ മാത്രമേ ഉള്ളൂ. ഇവർക്ക് ഭക്ഷണ സാധനം മാത്രം 1,00,000 രൂപ ആവുമോ മനുവേട്ടാ? ഹേയ്, എവിടുന്ന്? നമ്മുടെ ഈ വീട്ടിൽ തന്നെ 25,000 രൂപ മതിയല്ലോ ഒരു മാസത്തേക്കിന്. പിന്നെ അവിടെ എങ്ങനെ അത്രയും വാങ്ങുന്നത്? അതാ മനുവേട്ടാ എനിക്ക് സംശയം. കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, പാല് ഇതൊന്നും കൂടാതെയാണ് ഈ 1,00,000 രൂപ എന്ന് മനുവേട്ടന് ഓർക്കണം. പാപ്പയാണെങ്കിലോ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. അവർ എത്ര ചോദിക്കുന്നോ അത്രയും അങ്ങ് എടുത്തു കൊടുക്കും. ആ പൗലോസ് ഇവിടുന്ന് ശരിക്കും ഉണ്ടാക്കുന്നുണ്ടെന്നാ എൻ്റെ സംശയം എന്ന് പറയുന്നുണ്ട്. അതിന് കൂട്ടാ ആ ബൈജു എന്ന് പറഞ്ഞ ഡ്രൈവറും. അപ്പോ ആ ആൻ്റപ്പൻ എന്ന് പറഞ്ഞ പുള്ളിയോ? ആ പുള്ളി ഇച്ചിരി ഡീസൻ്റാന്ന് തോന്നുന്നുണ്ട്. ഇച്ചിരി സത്യസന്ധമായിട്ടൊക്കെ നിൽക്കുന്ന ആളാണെന്ന് എനിക്കൊരു തോന്നൽ. പിന്നെ പറയാനൊക്കെ ഇല്ലല്ലോ, എല്ലാവരും കാശ് കണ്ടു കഴിയുമ്പം ആ കാശിന് പുറകെയല്ലേ മനുവേട്ടാ എന്ന് പറയുന്നുണ്ട്. അല്ല, നിനക്കവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ജോലി ചെയ്യാൻ പറ്റാത്തതിനുള്ള വിഷമം മാത്രമേ ഉള്ളൂ. അടുക്കളയിൽ കയറാൻ പറ്റില്ല, പുറത്തിറങ്ങി ജോലി ചെയ്യാൻ പറ്റില്ല. എൻ്റെ മുറി പോലും അവരാ തൂത്തുടച്ച് തരുന്നത്. അതുപോലും വൃത്തിയാക്കാൻ അവർ സമ്മതിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ജയിലിൽ അടച്ച പോലെയായി. ജയിലിൽ അടച്ച പോലെയോ? ഇതൊരു VIP ട്രീറ്റ്മെന്റ് അല്ലേ അലീന? ഇത്രയും കാലം നീ എല്ലാവർക്കും വേണ്ടി വെച്ച് വിളമ്പി തൂത്തും തുടച്ചും ഒക്കെ കഷ്ടപ്പെട്ടില്ലേ? ഇപ്പോൾ അതിനെല്ലാം കൂടി ദൈവം നിനക്ക് പകരമായി തന്നിരിക്കുന്നതാ. ഇപ്പോൾ നിനക്ക് ആർക്കും വെച്ച് വിളമ്പി കൊടുക്കണ്ട, ആരെയും ഡ്രസ്സുകൾ അലക്കണ്ട, ഒന്നും ചെയ്യണ്ട. സുഖമായിട്ട് ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, എല്ലാം ചെയ്താൽ പോരെ? എൻ്റെ മുറിയിൽ TV വരേണ്ട മനുവേട്ടാ. TV, AC എല്ലാം ഉണ്ട്. ഞാൻ ഏത് കൂൾ ഡ്രിങ്ക്സ് ചോദിച്ചാലും അപ്പം തന്നെ ഇവിടെ റെഡിയാ, ഹോട്ടൽ പോലെ. എന്ത് ഫുഡ് വേണോ ഉച്ചയ്ക്ക് അതെല്ലാം റെഡിയാ. ഉച്ചയ്ക്കൊക്കെ 1-2 ഐറ്റം അല്ല, എത്ര ഐറ്റം എന്നറിയോ? ഫിഷ്, ബീഫ്, മീൻ, അതുപോലെ ചിക്കൻ, മട്ടൺ എല്ലാ ഐറ്റവും ഉണ്ട്. പിന്നെ മുട്ട, പച്ചക്കറി ഐറ്റംസിലാണല്ലോ അതും. പക്ഷെ എൻ്റെ പപ്പ ആകെപ്പാടെ കഴിക്കുന്നതോ ഒരു 1/2 പ്ലേറ്റ് ചോറ്, അല്ലെങ്കിൽ ഒരു 1/4 പ്ലേറ്റ് ചോറ്, അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ ഒരു ഫിഷോ അല്ലെങ്കിൽ ഒരു ചിക്കനോ എന്തെങ്കിലും ഒരു പീസ്. ഇത്ര മാത്രമേ അച്ഛൻ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെയോ? ബാക്കിയൊക്കെ ഇവിടുത്തെ ജോലിക്കാരൻ കഴിക്കും. ബാക്കിയുള്ളത് അതേപടി കൊണ്ടേ കളയാ. അത് കാണുമ്പം എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഞാൻ ഒരു തവണ പൗലോസരോട് സൂചിപ്പിച്ചു. അപ്പോൾ അവർ പറയാ 10-20 വർഷം കൊണ്ടുള്ള അവരുടെ ശീലാണ്, മാറ്റാൻ പറ്റില്ലെന്നൊക്കെ. എന്തായാലും ഞാനതൊക്കെ മാറ്റിക്കും. ആഹാ, അപ്പനുമായിട്ട് ഉടക്കാനുള്ള പ്ലാനാണോ? അങ്ങനെയും പറയാം. അല്ല, ഈ കൊളത്തുപുഴയിൽ എവിടെയായിട്ടാ കൃത്യസ്ഥലം? ലൊക്കേഷൻ ഞാൻ അയച്ചു തരാം. എന്താ മനുവേട്ടാ, ഇങ്ങോട്ട് വരുന്നുണ്ടോ? എപ്പോഴെങ്കിലും വരണമെങ്കിൽ എനിക്ക് വരാലോ. വരുമ്പം രേവതിക്കുട്ടിയും രോഹിത്തിനും അഭിനയൊക്കെ ഒന്ന് കൂട്ടണേ. ആ, അതപ്പത്തെ കാര്യമല്ലേ. ഞാനിവിടെ എറണാകുളത്താ. എറണാകുളത്തുനിന്ന് കൊളത്തുപുഴയ്ക്ക് ദൂരം നോക്കിയപ്പോൾ അധികം ദൂരം ഇല്ല. എപ്പോഴെങ്കിലും എനിക്ക് കാണാൻ തോന്നുമ്പം ഓടി അങ്ങോട്ടേക്ക് വരാലോ എന്ന് പറയുന്നുണ്ട്. അതെന്തായാലും നല്ല കാര്യമാണ്. അല്ല, നിന്റെ പപ്പ ഇപ്പോൾ എവിടെ പോയിരിക്കാം? പപ്പ ദൂരെ ഒരു യാത്ര പോയിരിക്കാ. എന്തോ കുറച്ച് പേപ്പേഴ്സൊക്കെ ശരിയാക്കണമെന്നൊക്കെ പറഞ്ഞ് പോയതാ. രാവിലെ പോയി എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ ഇതുപോലെ സംഭവിച്ചപ്പോഴല്ലേ ആ റീത്താമ്മയൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്? അതെ, അതുകൊണ്ട് അപ്പച്ചനെ വിളിക്കട്ടെ എന്ന് ചോദിച്ചതാ. പക്ഷെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആൻ്റപ്പച്ചേട്ടന് കണിശമായിട്ടുള്ള വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ആര് വന്നാലും ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറ്റണ്ടാന്ന്. റീത്താമ്മയോ മറ്റാര് വന്നാലും ഇങ്ങോട്ടേക്ക് കയറ്റി പോകരുതെന്നാ പപ്പയുടെ ഓർഡർ. അതുകൊണ്ട് പേടിക്കണ്ട.
അവരാരും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറയുന്നുണ്ട്. നിനക്ക് അവിടെ പേടിയൊന്നുമില്ലേ? ആ 3 പേരല്ലേ ഉള്ളു അവിടെ. ഇതൊക്കെ പപ്പയുടെ സെർവൻസ് അല്ലേ? ഈ ബംഗ്ലാവിന്റെ മുതലാളിയല്ലേ ഞാനിപ്പോ. അതുകൊണ്ട് ഞാൻ ആരെ പേടിക്കാനാ? എന്റെ പപ്പ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് വന്നോളും എന്ന് പറയുന്നുണ്ട്. എങ്കിലും സുരക്ഷിതമായ സ്ഥലത്താണ് നീയെന്ന് എനിക്കറിയാം. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പേടി പോലെ. പപ്പ അവിടെ ഇല്ലല്ലോ. പിന്നുള്ളത് ആ 3 ജോലിക്കാരല്ലേ. നീ ഒറ്റയ്ക്ക്. പെണ്ണുങ്ങളാരും വേറെ അവിടെ ഇല്ലല്ലോ. അതാ ഒരു പേടി. അങ്ങനെയൊന്നും പേടിക്കണ്ട, ഇവിടെ അത്രയ്ക്ക് സേഫാ എന്ന് പറയുന്നുണ്ട്. മനോട്ടാ, പിന്നൊരു കാര്യം, ഈ വീടിനകത്ത് ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റോ? അതെ അതെ, ഞാനിടന്നപ്പോ കണ്ടപ്പോ ഞെട്ടിപ്പോയി. ലിഫ്റ്റാ താഴേക്ക് മുകളിലേക്ക് ഇറങ്ങാൻ. 3 നിലയല്ലേ. ഇനി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എന്ന് ഓർത്തായിരിക്കും താഴെ നിന്ന് മുകളിലേക്ക് ലിഫ്റ്റ് വെച്ചേക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് അലീന ചിരിക്കാണ്. ഇവിടെ മിക്കവാറും ബെഡ്റൂമിലും TV ഉണ്ട്, അതുപോലെ തന്നെ AC ഉണ്ട്. പക്ഷെ ഇവിടെ കിടക്കാൻ മാത്രം ആരുമില്ല മനുവേട്ട എന്ന് പറയുന്നുണ്ട്. ആകെപ്പാടെ ഇപ്പൊ 2 മുറിയിൽ ഞാനും പപ്പയുമായി കിടക്കുന്നത്. ബാക്കി 4 മുറിയും ഫ്രീയാ. എല്ലാ മുറിയിലും അറ്റാച്ച്ഡ് ബാത്റൂം, ഇഷ്ടംപോലെ ബാൽക്കണികള്, ലിവിംഗ് റൂം, എന്ത് വേണം എന്ന് പറയുന്നുണ്ട്. നീ പറയുമ്പം എനിക്കൊന്ന് കാണാൻ തോന്നുവാ ആ കൊട്ടാരം തന്നെയാ, ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ ഈ ജോലിക്കാരൊക്കെ എവിടെ കിടക്കുന്നേ? അവരൊക്കെ അങ്ങ് ഔട്ട് ഹൗസിലാ. അവിടെ ഉണ്ട് വലിയൊരു വീട്. ആ വീട്ടില് അവര് 3 ജോലിക്കാർ മാത്രം. പിന്നെ ഇവിടെ നായ്ക്കൾക്ക് വേണ്ടി തന്നെ എന്തുമാത്രം കൂടുതലെന്നറിയോ? ശരിക്കും ഒരു വീട് പോലെ തോന്നിക്കും. എന്തുമാത്രം പറമ്പാ, കുളവും മുറ്റവും ഒക്കെയായിട്ട് ഒരുപാടുണ്ട്. ഈ മുറ്റവും വരെയൊക്കെ തൂക്കാൻ ആള് വരുമോ? ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ചേച്ചി, സാവിത്രി എന്ന് പറഞ്ഞ ചേച്ചി വരുമെന്ന്. ആ ചേച്ചി വന്ന് രാവിലെ മുറ്റവും വരെയൊക്കെ തൂത്ത് പാത്രമൊക്കെ കഴുകി തൂത്തുടച്ചിട്ട് അങ്ങ് പോയിക്കോളും. അവർക്കാ ഇവിടെ കള്ളക്കടത്ത്. പൗലോസേട്ടനും അറിഞ്ഞുണ്ട് എന്നൊക്കെ പറയാണ്. മനു എന്നാ ശരിയെന്ന് പറഞ്ഞ് കട്ടാക്കുന്നുണ്ട്. അലീനയും ശരി മനുവേട്ടാ എന്ന് പറയാണ്. അങ്ങനെ ആൾ ഫോൺ മുറിക്കകത്ത് വെച്ചതിന് ശേഷം പുറത്തേക്ക് ഇങ്ങനെ നടക്കാണ്. ഈ സമയം ആൻ്റപ്പൻ ചേട്ടനാണെങ്കിലോ, മോളെ ഞാനൊന്ന് കട വരെ പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ ഇപ്പോഴോ സാധനമൊക്കെ രാവിലെ മേടിച്ചതല്ലേ എന്ന് ചോദിക്കാണ്. എല്ലാ മാസവും നമ്മൾ ഈ ദിവസം കണക്കൊക്കെ ക്ലോസ് ചെയ്യാറുള്ളതാ. ഇന്ന് സാബ് ഇവിടെ ഇല്ലല്ലോ. കേണൽ സാബ് അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിരുന്നു. ഞാനെന്നാ പോയിട്ട് വരാം എന്ന് പറയുമ്പം ശരി ആൻ്റപ്പൻ ചേട്ടാ എന്ന് പറയുന്നുണ്ട്. ആൻ്റപ്പൻ അവിടുത്തെ ഒരു വണ്ടി എടുത്തുകൊണ്ട് ലിസ്റ്റുമായിട്ട് ആ ഒരു ബില്ലുമായിട്ട് പൈസ എടുത്തുകൊണ്ട് നേരെ പോവാണ്. ഗേറ്റ് മുടിച്ച് ക്ലോസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇതേ സമയം അലീന മുറിയിലേക്ക് തിരിച്ചു ചെല്ലുമ്പം മുറിയിലിരുന്ന അവളുടെ ഫോൺ കാണാനില്ല. ഇവിടെയാണല്ലോ ഞാൻ ഫോൺ വെച്ചത് എന്ന് ഓർക്കാണ്. വീണ്ടും അവളെല്ലാം തപ്പുന്നുണ്ട് കേട്ടോ. ഫോൺ എവിടെ പോയി എന്ന് ഓർക്കാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അലീന അവിടെ എല്ലാം തപ്പുന്നുണ്ട് കേട്ടോ. പക്ഷെ ഫോൺ കണ്ടു കിട്ടുന്നില്ല. അവിടെയാണെങ്കിലോ പഴയ ലാൻഡ് ഫോൺ ഇരിപ്പുണ്ട്. അതിൽ നിന്നും നമ്മുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കുകയാണെങ്കിൽ എവിടെയെന്ന് അറിയാലോ എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കുമ്പോഴേക്കും ആ ഫോണ് ഡിസ്കണക്റ്റ് ആയി കിടക്കുകയാണെന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ട്. ബില്ലടയ്ക്കാതെയോ അല്ലെങ്കിൽ ഷോയ്ക്ക് വെച്ചേക്കുന്നതായിരിക്കുമോ എന്ന് അവൾ ഓർക്കാണ്. പൗലോസേട്ടാ, ബൈജുവേട്ടാ എന്ന് വിളിക്കുമ്പോഴേക്കും അവർ എൻ്റെ ഓടിയെത്തുന്നുണ്ട്. എന്താ കുഞ്ഞെ എന്ന് ചോദിക്കാണ്. ഇവിടെ വെച്ചിരുന്ന എൻ്റെ ഫോണ് കാണാനില്ല. അയ്യോ, അതെവിടെ പോയി? ഇങ്ങോട്ടാരും വന്നില്ലല്ലോ. മോള് വേറെ എവിടെയെങ്കിലും ആയിരിക്കും വെച്ചത്. അല്ലെന്നേ, ഞാൻ ഫോൺ വിളിച്ചിട്ട് ഇവിടെ തന്നെയാണ് വെച്ചത് എന്ന് പറയുന്നുണ്ട്. ആണോ? എങ്കിൽ അവിടെ തന്നെ കാണും. മോള് വെച്ചെടുത്ത് വേറെ ആരും ഇവിടെ എന്ന് ചോദിക്കാണ്. അങ്ങനെ പൗലോസിന്റെ ഫോണിൽ നിന്നും കോള് ചെയ്യുമ്പോഴേക്കും സ്വിച്ച് ഓഫ് എന്ന് കാണിക്കാണ്. കണ്ടോ, മോള് തന്നെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചതായിരിക്കും മോളെ എന്ന് പറയുന്നുണ്ട്. ഞാനൊന്ന് തപ്പി നോക്കാം, പിന്നെ ഞാൻ കുളിച്ചിട്ട് വരാട്ടോ. ഫുഡ് അപ്പോഴേക്കും ഒന്ന് റെഡിയാക്കി വെച്ചേക്കണേ എന്ന് പറയുമ്പം ശരി കുഞ്ഞെ, പോയി കുളിച്ചിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന അവളുടെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോയി കുളിക്കാണ്. നല്ല വിശാലമായിട്ടൊരു കുളി തന്നെ പാസ്സാക്കുന്നുണ്ട്. അവിടെ തന്നെ വാഷിംഗ് മെഷീനും അലക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അവളുടെ ഡ്രസ്സുകൾ അവിടെ വെച്ച് തന്നെ വാഷ് ചെയ്യാണ്. അങ്ങനെ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം ആ ഡ്രസ്സുകളെല്ലാം പുറത്തുകൊണ്ട് വിരിക്കുകയാണ്. അങ്ങനെ റൂമിൽ വന്നിട്ട് പിന്നീട് മൊത്തം എല്ലായിടത്തും ഫോൺ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. താൻ ആ മുറിയിൽ നിന്നും മനുവേട്ടനെ വിളിച്ചതിന് ശേഷം ഫോണോട് വെച്ചതായിട്ട് അവൾ ഓർക്കുന്നുണ്ട്. പിന്നെ വന്നത് പുറത്തേക്ക് ഇറങ്ങിയ ആൻ്റപ്പൻ ചേട്ടൻ പോകുന്നത് കാണാനായിട്ട് അവിടെ വരെ വന്നുള്ളൂ. പിന്നെ ഈ ഫോൺ എവിടെ പോയി എന്നവൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുറിക്കകത്തോട്ട് അവൾ വീണ്ടും കയറിയിട്ട് അവിടെ എല്ലാം തപ്പി നോക്കിക്കൊണ്ടിരിക്കുമ്പം പൗലോസും ബൈജുവും കൂടി മുറിക്കകത്തേക്ക് കയറി വരുന്നുണ്ട്. എന്താ പൗലോസേട്ടാ, എൻ്റെ ഫോൺ കിട്ടിയോ എന്ന് ചോദിക്കുമ്പം ദേ ഫോണൊക്കെ കിട്ടി എന്ന് പറഞ്ഞ് പൗലോസ് ആ ഫോൺ കാണിക്കാണ്. ആഹാ, കിട്ടിയോ? ഇത് എവിടെ ഇരുന്നാ കിട്ടിയേ എന്ന് ചോദിക്കുമ്പോൾ ദേ ഈ ടേബിളിൽ ഇരുന്നാ കിട്ടിയത് എന്ന് പറയാണ്. ആഹാ, നിങ്ങൾ എന്നെ കളിപ്പിക്കാൻ നോക്കുകയാണോ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ ടേബിളിൽ തന്നെയാണ് ഞാൻ ഫോൺ വെച്ചേന്ന്. എന്നിട്ടെന്താ പറ്റിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് പറഞ്ഞ് ഫോൺ മടിക്കാൻ പോകുമ്പോഴേക്കും പൗലോസ് ആ ഫോൺ മാറ്റി പിടിക്കുകയാണ്.
അവള് കഴിഞ്ഞിട്ടുമ്പോഴേക്കും വീണ്ടും കൈ പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അലീന അയാളുടെ അടുത്തേക്ക് വരുന്ന രീതിക്ക് അയാൾ വലത്തെ കൈയിൽ ഫോൺ പിടിച്ച് പൊക്കി കൊണ്ടുപോവാണ്. എന്താണ് അവർക്ക് വേണ്ടത് എന്ന് ചോദിക്കാണ്. എന്താ വേണ്ടെന്നൊക്കെ തനിക്ക് മനസ്സിലായി കാണുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞനുസരിച്ചാലേ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ കേണൽ സാബ് വരുമ്പോഴേ നീ ഇവിടുത്തെ പട്ടികൾക്ക് ഭക്ഷണമാകും എന്ന് പറയുമ്പം എന്താ എന്നെ പേടിപ്പിക്കുവാണോ എന്ന് ചോദിക്കുമ്പം അങ്ങനെയും കരുതാം എന്ന് പറയാണ്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പം അതൊക്കെ അറിയാം, കേണൽ സാബിന് ഏതോ ഒരു പിഴച്ചുണ്ടായുള്ളല്ലേ എന്ന് പറയുമ്പം അരിഞ്ഞുകളയും നിങ്ങളുടെ നാക്ക് ഞാൻ. റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകളാ ഞാൻ. അതുകൊണ്ട് മര്യാദയ്ക്ക് വേണം എന്നോട് പെരുമാറാൻ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാല് നിങ്ങൾ പിന്നെ ഈ പുറലോകം കാണില്ല എന്ന് നിങ്ങൾക്കറിയാലോ. നിന്നെപ്പോലൊരു കിളന്ത് പെണ്ണെ കിട്ടിക്കഴിഞ്ഞാൽ ആരെ വിട്ടുകളയാ. അതുകൊണ്ട് നിന്നോടുള്ള ആഗ്രഹം തീർത്തിട്ട് ഞങ്ങളിവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. നിന്റെ കേണൽ സാബിന്റെ കയ്യിൽ ഇവിടെ ഒരുപാട് കാശുണ്ട്. ആ കാശും സ്വർണവും എല്ലാം എടുത്തുകൊണ്ട് ഞങ്ങളിവിടെ അങ്ങോട്ട് പോകും. ശിഷ്ടകാലം എവിടെയെങ്കിലും പോയി ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. കോടിക്കണക്കിന് സ്വത്തുക്കളാ ഈ വീട്ടിൽ തന്നെ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അലീന ഒന്ന് പേടിക്കാണ്. പപ്പ വരുമ്പം രാത്രിയാവും. ആൻ്റപ്പൻ ചേട്ടനാണെങ്കിലോ മാർക്കറ്റിൽ പോയിരിക്കാണ്. വരാൻ എങ്ങനെ പോയാലും 2-3 മണിക്കൂറാവും. തൻ്റെ ഫോണും അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. തന്നേക്കാൾ ബലമുള്ള 2 ആണുങ്ങൾ. താനിക്ക് എന്ത് ചെയ്യാനാവും? ഓടിയാലും എവിടം വരെ ഓടും? ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. പിന്നുള്ളത് റബ്ബർ കാടുകൾ. ഒച്ച വെച്ചെന്ന് കരഞ്ഞാൽ പോലും കേൾക്കാനോ അയൽപക്കത്തെ ആളുകളൊന്നുമില്ല. ആകെപ്പാടെ പേടിച്ച് വരച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ അലീന അങ്ങനെ നിൽക്കാണ്. അപ്പോ ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യുവല്ലേ മോളെ എന്ന് ചോദിക്കാണ്. ദേ, നിങ്ങൾക്കെന്റെ പപ്പേനെ അറിയില്ല. നിങ്ങൾ എവിടെ പോയാലും പോലീസും പപ്പയും നിങ്ങളെ പൊക്കും, നിങ്ങളെ കൊന്നുകളയും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇല്ലാതെ രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ ഞങ്ങൾക്ക് അറിയാം മോളെ. അതുകൊണ്ട് ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തിരിക്കാം. ഞങ്ങൾ ഓർത്തത് നീ അങ്ങനെ സെറ്റപ്പാന്നാ. പക്ഷേ നിന്റെ വല്യപ്പം വന്നു കഴിഞ്ഞപ്പോഴല്ലേ അറിഞ്ഞത് നീ അയാൾക്ക് ഏതോ അവിഹിതത്തിലുണ്ടായ മകളാണെന്ന്. അതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം അങ്ങ് പൂർത്തീകരിക്കാൻ അങ്ങ് തീരുമാനിച്ചു. നിന്നെപ്പോലൊരു സുന്ദരിയായ കൊച്ചു വന്നിട്ട് ഞങ്ങളങ്ങനെ വിട്ടുകളഞ്ഞാലോ എന്ന് ചോദിക്കാണ്. ദേ ബൈജു ചേട്ടാ, പൗലോസ് ചേട്ടാ, ഞാനൊരു കാര്യം പറയാം. ഇത്രയും നേരം നിങ്ങളെ ചേട്ടാന്ന് വിളിച്ചത് എൻ്റെ സഹോദരന്മാരെ പോലെ കണ്ട് ആ ബഹുമാനത്തോടു കൂടിയാ. മര്യാദ കേതില്ലെങ്കിൽ 2ന്റെയും ജീവൻ അവസാനിക്കും എന്ന് പറയുമ്പോൾ അതൊന്നും ഇല്ല മോളെ എന്ന് പറയാണ്. മോള് എത്ര സുന്ദരിയാ. ഞങ്ങൾ പറഞ്ഞ അനുസരിച്ചാ മോളിനി ഇവിടെ ശിഷ്ടകാലം സന്തോഷമായിട്ട് ജീവിക്കാം. ഞങ്ങൾക്കുള്ളതും എടുത്തോണ്ട് ഞങ്ങളങ്ങ് പൊക്കോളാം. അല്ലെങ്കിലോ വെട്ടിയെറിഞ്ഞ് ആ കുളത്തിൽ കൊണ്ട് താക്കും. ആരും അറിയില്ല. ഡെഡ് ബോഡി പൊങ്ങാൻ പോലും ആകും 1 മാസം എന്നും പറഞ്ഞുകൊണ്ട് പൗലോസ് വീണ്ടും പറയുന്നുണ്ട്. എന്നിട്ട് അവളുടെ കൈക്ക് കയറി പിടിക്കുമ്പോഴത്തേന് അവൾ കുതിരി മാറാൻ ശ്രമിക്കുകയാണ്. പണ്ട് ഹരി രോഹിത്തും അവളെ എങ്ങനെ ഉപദ്രവിച്ചോ അതുപോലെ തന്നെ അവൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 2 പേരും അവളുടെ കൈക്ക് പിടിച്ച് കട്ടിലേക്ക് തള്ളാൻ നോക്കാണ്. അവൾ അവിടെ കിടന്ന് അലറി വിളിക്കുന്നുണ്ട്. ആൻ്റപ്പൻ ചേട്ടാ, പപ്പ എന്നും പറഞ്ഞ് വിളിക്കാണ്. പക്ഷെ ആര് വിളി കേൾക്കാൻ? ആൻ്റപ്പച്ചയുടെ മാർക്കറ്റിലേക്ക് പോയതേ ഉള്ളൂ. എങ്ങനെ പോയാലും തിരികെ വരാൻ 2-3 മണിക്കൂർ എടുക്കുമെന്ന് ഇവർക്ക് 2 പേർക്കും അറിയാം. അതുപോലെ പപ്പായും അവിടെ ഇല്ല. പപ്പ രാത്രിയിലാവും. പിന്നെ ഇവിടെ വരാനായിട്ട് ആരുമില്ല. അലറി എന്ന് വിളിച്ചാൽ പോലും ഒരു പട്ടിക്കുഞ്ഞു പോലും കേൾക്കാനില്ല. പക്ഷേ കൂട്ടിൽ കിടന്ന നായ്ക്കള് അലീനയുടെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് കിടന്ന് കുരയ്ക്കാണ് കേട്ടോ. പറമ്പിലുമുണ്ട് നായ്ക്കള്. പക്ഷേ കതക് ലോക്കാക്കിക്കുന്നതുകൊണ്ട് തന്നെ ആ ഓടുന്ന നായ്ക്കളെല്ലാം ആ വാതിക്കെ നിൽക്കുന്നേ ഉള്ളൂ. എന്തോ അപകടം മനസ്സിലാക്കിക്കൊണ്ട് അലയുടെ സൗണ്ട് കേട്ടുകൊണ്ട് പറമ്പിലുണ്ടായിരുന്ന നായ്ക്കൾ 3-4 പേര് ഓടി വന്ന് ഡോറിന്റെ വാതിക്കൽ നിന്ന് കുരയ്ക്കാണ്. പക്ഷെ ഡോറ് പൗലോസ് ഈ സമയം കൊണ്ട് പൂട്ടിയിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ തുറക്കാൻ സാധിക്കുന്നില്ല. അവര് വീണ്ടും കിടന്ന് കുരച്ചോണ്ട് കിടക്കാണ്. നായ്ക്കളെല്ലാം കുരക്കുന്നുണ്ടല്ലോടി. ആര് കുരച്ചാലും നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. ഇവിടെ ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ. 3-4 ഏക്കറിനകത്ത് നമ്മൾ 3 മാത്രം. ഇന്ന് നിന്റെ എല്ലാ അഹങ്കാരവും തീർത്തു തരാം. സാബിന്റെ മുമ്പിൽ എന്നെ കള്ളനാക്കിയില്ലേ? എൻ്റെ വരുമാനം നീ നശിപ്പിച്ചില്ലേ? ലക്ഷങ്ങൾ മാസം വരുമാനം ഉണ്ടായിരുന്ന ഞാനാ ഇപ്പൊ വെറും 10,000 രൂപയ്ക്ക് ശമ്പളത്തിൽ ജോലിയുടെ അവസ്ഥയായി. എല്ലാത്തിനും കാരണക്കാരൻ നീ ഒറ്റയിരുത്തിയാ. അതുകൊണ്ട് ഇവിടുത്തെ സ്വത്തുക്കളും പണവും എല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ പോവാടി. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ട്, അതല്ലേ ഇനി ഞങ്ങൾക്കാടി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവളെ ഉപദ്രവിക്കാൻ വേണ്ടി അവളെ പിടിച്ച് കട്ടിലേക്ക് ഇട്ടിട്ട് റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മനു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു സർപ്രൈസ് പോലെ എത്താണ്. കാരണം മനു ആണെങ്കിൽ അഡ്രസ്സ് ചോദിച്ചു. നേരത്തെ ബാലനോട് അഡ്രസ്സൊക്കെ ചോദിച്ചിരുന്നു. അവൻ പാതി വഴി എത്തിയപ്പോഴാണ് അലീനെ വിളിച്ചത്. അലീന അവിടെ ഉണ്ടോ, അത് എവിടെയെങ്കിലും പോയിരിക്കുകയാണോ എന്നറിയാൻ വേണ്ടിയായിരുന്നു അത്. പിന്നെ
പപ്പ ഇല്ലെന്നും അവൾ പറഞ്ഞല്ലോ, സമാധാനമായിട്ട് കുറച്ചു നേരം അവളെ കാണാം, സംസാരിക്കാം എന്നൊക്കെ കരുതിക്കൊണ്ടാണ് മനു അങ്ങോട്ടേക്ക് വന്നത്. വന്നപ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നു. ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുകയാണ്. വണ്ടിയും കൊണ്ട് വന്ന് വാതിക്ക് നിർത്തിയപ്പോൾ പട്ടികൾ ഭയങ്കര കൊര. പക്ഷേ അവരെ പേടിച്ചിട്ട് ഒരു മിനിറ്റ് മിണ്ടാതെ നിൽക്കുകയാണ്. ഇറങ്ങണോ വേണ്ടെന്ന് സംശയിച്ച് നിൽക്കുകയാണ് പട്ടിയെ കണ്ടപ്പോൾ. പക്ഷെ നായ്ക്കൾ പെട്ടെന്ന് അവൻ്റെ മുമ്പിൽ ഒന്ന് കുരയ്ക്കാതെ മാറി നിൽക്കുകയാണ്. ആ ഒരു ധൈര്യത്തിൽ അകത്തേക്ക് ചെന്ന് ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പം ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അലീനയുടെ രക്ഷിക്കണേന്ന് പറഞ്ഞുകൊണ്ടുള്ള ബഹളം കേൾക്കാം. നായ്ക്കളുടെ കുര കാരണം വണ്ടിയിൽ നിന്ന സൗണ്ടുകളൊന്നും പൗലോസും ബൈജുവും കേട്ടിട്ടില്ല. അപ്പോൾ അലീനയുടെ ബഹളം കേട്ടപ്പോൾ എന്തോ അപകടം മനത്തുകൊണ്ട് മനു അതിലെല്ലാം ഓടി നടക്കാണ്. നായ്ക്കളും കുറച്ചുകൊണ്ട് മനുവിന്റെ പിന്നാലെയുണ്ട് കേട്ടോ. അടുക്കള വശത്ത് ചെന്ന് നോക്കുമ്പം അടുക്കളയുടെ കതകിന്റെ അരപ്പാളി മാത്രമേ അടച്ചിട്ടുള്ളൂ. ആ ബാക്കി ഭാഗം തുറന്നുകൊണ്ട് അകത്തേക്ക് കയറുന്നുണ്ട്. നായ്ക്കളും മനുവിന്റെ പിന്നാലെ തന്നെയുണ്ടേ. മനു ഓടി അകത്തെ മുറിയിലേക്ക് ചെല്ലാണ്. ആ സൗണ്ട് കേൾക്കുന്ന അലീനയുടെ മുറിയിലേക്ക്. അവിടെ ചെല്ലുമ്പം അലീനയുടെ കട്ടിലേക്ക് തള്ളിയിട്ട് പൗലോസും അയാളും കൂടി മൈജുവും കൂടി അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ കാഴ്ചയും കണ്ടോണം മനു ഓടി വരുന്നത്. അലീനായിനെ വിളിച്ചോണ്ട് ഓടി വരുമ്പോൾ പൗലോസും ബൈജും ഞെട്ടിപ്പോകുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, ആ വന്ന 4 നായ്ക്കളും കൂടി പൗലോസിനെയും ബൈജുനെയും അറിഞ്ഞ പൊറിഞ്ഞ് കടിക്കുകയാണ് കേട്ടോ. കടിക്കുകയും മാന്തുകയും അവരെ തള്ളിയിട്ടുരുട്ടി അവർ മണ്ടക്കൂടെ കയറുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയം അലീന മനുവേട്ടാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. അവളുടെ വസ്ത്രങ്ങളൊക്കെ കീറിയിരുന്നു. കൈയുടെ വസ്ത്രങ്ങളും ദേഹത്തുള്ള വസ്ത്രവും എല്ലാം കീറിപ്പറിഞ്ഞിരിക്കുകയാണ്. ഷാള് കൊണ്ട് അവളത് മൂടി വെക്കുന്നുണ്ട്. മനുവും അവളെ ഷാള് കൊണ്ട് പുതപ്പിച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് പൗലോസും ബൈജുനിട്ടും നല്ല ചവിട്ട് കൊടുക്കുകയാണ്. നായ്ക്കൾ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതിക്കൊണ്ട് ആ ഡോറും അടച്ചിട്ട് മനു അലീനയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങാണ്. നായ്ക്കള് രണ്ടുപേരെ കടിച്ചു പറിച്ച് ശരിയാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നായ്ക്കൾ അനങ്ങാതിരിക്കുമ്പം മനുവേട്ട ആ ഡോറ് പോയി തുറക്ക് എന്ന് പറയുന്നുണ്ട്. ഡോറ് പോയി തുറക്കുമ്പം രണ്ടുപേർക്കും ജീവനുണ്ട്. പക്ഷെ ജീവനില്ലാത്തൊരവസ്ഥയിൽ രണ്ടുപേരും കിടക്കാണ്. നായ്ക്കളുടെ കടിയും നന്നായി കൊണ്ടുട്ടോ. അങ്ങനെ അലീന അവിടെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. മനുവും അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പച്ചനെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അലീന അവധക്കുട്ടിയെ വിളിക്കുകയാണ്. അവധക്കുട്ടിയെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് വരാൻ പറയുന്നുണ്ട്. അവധക്കുട്ടി അപ്പോൾ തന്നെ വണ്ടി എടുത്തുകൊണ്ട് നേരെ പാഞ്ഞ് കുളത്തുപുഴയ്ക്ക് വരികയാണ്. അവധക്കുട്ടിയും ആൻ്റപ്പനും ഒരുമിച്ചായിരിക്കും ഗേറ്റ് കടന്ന് പുറത്തേക്ക് വരുന്നത്. ചോരലിപ്പിച്ച് മുറിയിൽ കിടക്കുകയാണ് ഔസേപ്പും ബൈജുവും. അലീനയ്ക്ക് കാവലായി 4 നായ്ക്കളും 2 സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട്. മനുവിന്റെ തോളിൽ ചാഞ്ഞു കിടന്ന് അലീന കരയാണ്. അങ്ങനെ അതേ ഇരിപ്പ് തന്നെ ഇരിക്കുന്നുണ്ട്. മനു അലീനെ ആശ്വസിപ്പിക്കുകയാണ്. മനു പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. പപ്പയിലത്ത് തക്ക നോക്കി ഇരുന്നതായിരിക്കും 2 പേരും. ആ ആൻ്റപ്പൻ ചേട്ടൻ എങ്ങനത്തുള്ളവനാ, അയാൾ നല്ലവനാ, അതുകൊണ്ടാണല്ലോ അയാൾ പോയതൊക്കെ നോക്കി ഇവരെന്നെ എന്നും പറഞ്ഞുകൊണ്ട് അലീന വീണ്ടും കരയാണ്. മനുവേട്ടൻ ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പം ഞാൻ പകലെത്തിയപ്പോഴാണ് നിന്നെ വിളിച്ചത്. എന്തോ നിന്നെ കാണണമെന്ന് എനിക്ക് തോന്നി. നിന്നെ കൂടെ കുറച്ചിലിരിക്കണമെന്ന് തോന്നി. നിന്നോട് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാ ഞാൻ പറഞ്ഞിങ്ങ് വന്നത്. എന്തായാലും അത് ഈശ്വരനെ കൊണ്ട് തോന്നിപ്പിച്ചതാണെന്നാ എനിക്ക് തോന്നുന്നത്. എൻ്റെ അലീനെ രക്ഷിക്കാൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും മനുവിന്റെ നെഞ്ചോട് ചാഞ്ഞു കിടന്ന് അലീന കരയാണ്. മനു അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആയിരിക്കും ഔതക്കുട്ടിയും ബൈജുവും കൂടി ആൻ്റപ്പനും കൂടി ഗേറ്റ് തുറന്ന് ഒരേ സമയം 2 പേരും കൂടി അകത്തേക്ക് വന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആൻ്റപ്പൻ ഡോറ് തുറന്നു വന്നിട്ട് ഔതക്കുട്ടിയുടെ ഡോറ് തുറക്കാണ്. ആഹാ, കുട്ടിച്ചാനെന്താ ഇപ്പൊ ഇങ്ങോട്ടേക്ക്? അലീന മോളെ വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആണോ? അയ്യോ, നീ ഇവിടെ പോയിരിക്കുകയാണടാ. അത് പിന്നെ ഞാന് മാർക്കറ്റില് കേണൽ സാബിനോട് പച്ചക്കറിയുടെ ഒക്കെ പൈസ കൊടുക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അത് കൊടുക്കാൻ പോയതാ. കൊച്ചിന് ഒറ്റക്കിട്ടാണോടാ നീ പോണത് എന്ന് ചോദിക്കുമ്പം അത് പിന്നെ പൗലോസും ബൈജു ഉണ്ടായിരുന്നല്ലോ. പൗലോസും ബൈജു എൻ്റെ കൊച്ചിന് നിന്ന് സംഭവിച്ചാലേ എല്ലാത്തിനും ഞാൻ കത്തിച്ചു കളയും എന്ന് പറഞ്ഞുകൊണ്ട് അവധക്കുട്ടി അകത്തേക്ക് കയറുകയാണ്. ആൻ്റപ്പനെ പിന്നാലെ എന്നെ പേടിച്ചുകൊണ്ട് പുറകെ കയറുകയാണ്. അവർ കയറുമ്പോൾ കാണുന്ന കാഴ്ച അലീന മനുവിന്റെ നെഞ്ചത്തോടെ ചാഞ്ഞു കിടന്ന് കരയുന്നതാണ്. 2 സൈഡിലും 2 നായ്ക്കൾ നിൽക്കാണ്. മോളെ അലീന എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും അപ്പച്ചാന്നും പറഞ്ഞുകൊണ്ട് ഓടി അലീന കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവളുടെ 2 സൈഡിലും 2 കൈകളുടെയും തുണിയെല്ലാം കീറിയിരിക്കുകയാണ്. ഡ്രസ്സുകളെല്ലാം കീറിയിട്ടുണ്ട്. ഷാള് കൊണ്ട് അവളത് മറച്ചു പിടിച്ചിരിക്കുകയാണെന്ന് അവധക്കുട്ടിക്ക് മനസ്സിലായി. എന്താ മോളെ, എന്ത് സംഭവിച്ചു? അല്ല, ഇതാ മനുഷ്യങ്കരല്ലേ, ഇവനെപ്പോൾ എങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയാണ്. നടന്ന സംഭവങ്ങളെല്ലാം അലീന പറയുന്നുണ്ട്.
ആൻ്റപ്പച്ചേട്ടൻ പോയതിന് പിന്നാലെ തൻ്റെ ഫോൺ എടുത്ത് ഒളിപ്പിച്ചു വെച്ചെന്നും താൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്ക് മുറിയിലേക്ക് കയറി വന്ന് ഫോണ് കാണിച്ചെന്നും തന്നില്ല എന്നും പിന്നീട് തന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച കാര്യവും എല്ലാം പറയാണ്. കൃത്യസമയത്ത് മനു തന്നെ കാണാനായി വന്നുകൊണ്ട് നായ്ക്കൾ ഉണ്ടായതുകൊണ്ട് മാത്രം താൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. നായ്ക്കൾ തൻ്റെ സൗണ്ട് കേട്ടുകൊണ്ട് പിന്നാലെ നടന്ന് തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും കതവ് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യവും പറയാണ്. എന്നിട്ട് ആ ദുഷ്ടന്മാരെവിടെ, ആ തേറി വിളിച്ചിട്ട് ആ നായ്ക്കൾ എവിടെ എന്ന് ചോദിക്കാണ്. ഡോർ തുറന്ന് നോക്കുമ്പോഴേക്കും രണ്ടുപേരും രക്തത്തിൽ കുളിച്ച് കിടപ്പുണ്ട്. ആഹാ, ഇവന്മാർക്കുള്ള പണി ശരിക്കും കൊടുത്തല്ല മോളെന്ന് പറയുമ്പോൾ നമ്മുടെ നായ്ക്കള അപ്പച്ച അവന്മാരെ ആ പരുവത്തിലാക്കിയത് എന്ന് പറയാണ്. രണ്ടുപേർക്കും ജീവനുണ്ടല്ലോ അല്ലെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ജീവൻ ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് അലീന പറയുന്നുണ്ട്. അങ്ങനെ വേണം, അല്ലേലും ഇവന്മാരാ നന്ദിയുള്ള നായ്ക്കള്. ദേ ഇവനെ പോലുള്ള തീറ്റി ഇട്ട് കൊടുത്ത് വളർത്തിയവന്മാരെല്ലാം കാണിക്കുന്നത് കണ്ടില്ലേ? ഒരവസരം കിട്ടുമ്പം അത് മുതലാക്കാൻ ശ്രമിക്കുക. പക്ഷേ ഇത് കണ്ടോ, ഇത് നന്ദിയുള്ള വർഗങ്ങളാ എന്നും പറഞ്ഞുകൊണ്ട് ആ നായ്ക്കളെ അവതക്കുട്ടി തലോടുവാണ്. എന്നിട്ട് ആൻ്റപ്പനെ വിളിക്കുന്നുണ്ട്. സോറി, നമ്മുടെ സ്റ്റാലിനെ വിളിക്കുകയാണ്. എടാ നീ ഇതെവിടെ പോയി കിടക്കുക? അപ്പച്ചാ, ഞാൻ ഇവിടെ ഒരു പേപ്പർ ശരിയാക്കാൻ വന്നതാ, ഇങ്ങോട്ടേക്ക് വാടാ. അവൻ്റെ പേപ്പർ ശരിയാക്ക്, കൊച്ചിനൊറ്റയ്ക്ക് ഇട്ട് പോകരുതെന്ന് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതാ. പിന്നെ നീ എന്തുണ്ടാക്കാനാണ് കൊച്ചിനൊറ്റയ്ക്കാക്കിയിട്ട് പോയത്? നിനക്കളെ പൊന്നലൂർക്കാക്കിയിട്ട് പോയിക്കൂടായിരുന്നു എന്ന് ചോദിക്കുമ്പം അവിടെ ആൻ്റപ്പനും പൗലോസും ബൈജു ഉണ്ടല്ലോ. പിന്നെ ആൻ്റപ്പനും പൗലോസും ബൈജു ആരാ? അവളുടെ അപ്പന്മാരോ? അല്ലല്ലോ, നീയല്ലേ അവളുടെ അപ്പൻ. അവളെ നോക്കണ്ട നീയല്ലേ എന്ന് ചോദിക്കുമ്പം എന്താ അപ്പച്ച, എന്താ പ്രശ്നം എന്ന് ചോദിക്കാണ്. നീ ഒന്നും ഉണ്ടാക്കണ്ട, മര്യാദയ്ക്ക് പെട്ടെന്ന് ഇവിടെ എത്തിക്കോ, 1 മണിക്കൂറാകും ഇവിടെ എത്തിക്കോണം എന്ന് പറയുന്നുണ്ട്. അപ്പച്ച എന്ന് വിളിക്കുമ്പോഴേക്കും അവതക്കുട്ടി ഫോൺ കിട്ടാക്കാണ്. മോളുടെ ഡ്രസ്സൊക്കെ എവിടെ ഇരിക്കുക? ആ മുറിയിലിരിക്കുക അപ്പച്ച എന്ന് പറയുന്നുണ്ട്. മോള് പോയി അതിലൊരു ഡ്രസ്സ് എടുത്ത് ഉടുത്തു മാറിക്കേ എന്ന് പറയുമ്പോഴേക്കും അലീന അകത്തേക്ക് കയറി പോയിട്ട് ഒരു ഡ്രസ്സ് എടുത്ത് വേറെ മുറിയിൽ പോയിട്ട് മാറുന്നുണ്ട്. ഇതേ സമയം ഔസേപ്പും ബൈജുവും ഞെരങ്ങി മൂളിയും കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. രക്ഷിക്കണേ, അയ്യോ അയ്യോ എന്ന് മാത്രം ഇടയ്ക്ക് കേൾക്കാം. നായ്ക്കള് നല്ലവണ്ണം കടിച്ചിട്ടുണ്ട് കേട്ടോ. 2 പേർ ചെറുത്ത ബ്ലഡൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. 2 പേരും ആ മുറിയിൽ തറലിങ്ങനെ കിടക്കാണ്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, അല്ല അപ്പച്ച അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ടേ? ഇവിടെ കിടന്നാലും സംഭവിച്ചാ? ഒന്നും സംഭവിക്കില്ലടാ കൊച്ചനെ, അവന്മാരൊന്നും സംഭവിക്കില്ല. അതല്ല, അവന്മാർക്ക് സംഭവിച്ചാലേ ഇരു ചെവി അറിയാതെ ആ കുളത്തിൽ കൊണ്ട് കെട്ടിത്താഴ്ത്തു ഞാൻ. ആരും അറിയാൻ പോകുന്നില്ല. ഒരു പോലീസുകാരും ഈ പടിയോട്ട് ഇങ്ങോട്ടേക്ക് വരത്തുമില്ല. 2നെയും അതാ ചെയ്യേണ്ടത്. ഇനി ജീവിക്കാൻ അനുവദിച്ചുകൂടാ. 2നെയും വെട്ടിയെറിഞ്ഞ് കുളത്തിൽ തല്ലണം എന്നൊക്കെ പറയുമ്പോൾ അവതക്കുട്ടിയുടെ ആ ഒരു പൗരുഷമായ ആ ഒരു സ്വഭാവം മനു കണ്ടെന്ന് പേടിക്കുന്നുണ്ട്. തല്ലാനും കൊല്ലാനും മടിയില്ലാത്ത ഒരാളാണ് അവതക്കുട്ടി എന്നുള്ള കാര്യം നമ്മുടെ മനു മനസ്സിലാക്കാണ്. ഇനിയിപ്പോ ഇവന്മാരെ ആശ്രയം കൊണ്ടെന്ന് പറഞ്ഞാലും ഇവന്മാരെ കുറെ അനുഭവിക്കും. പട്ടിയല്ലേ കടിച്ചിരിക്കുന്നേ, അവന്മാരെ ഈ ജീവിതകാലം മുഴുവനും ഇക്ഷ എണ്ണ വരയ്ക്കും. എഴുന്നേറ്റ് നടന്നിനി ഒന്ന് ബാത്റൂമിൽ പോവാൻ അവന്മാരെ കഷായിക്കും എന്ന് അവതക്കുട്ടി പറയാണ്. ആദ്യമായിട്ടാ ഇവറ്റകളെ കൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായി തോന്നിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവതക്കുട്ടി ചിരിക്കുന്നുണ്ട്. ആ നായ്ക്കള് അത്രയൊക്കെ നന്ദിയുള്ളതുപോലെ അലിനെ ചുറ്റിപ്പറ്റിയോടെ നിൽക്കുകയാണ്. മനുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല കൊച്ചനെ നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ ബാലനങ്ങള് എനിക്ക് ലൊക്കേഷൻ ഇട്ട് തന്നിരുന്നു. അലിനെ കാണാൻ ഇതുവരെ ഒന്നും വന്നില്ലല്ലോ. ഈ കൊട്ടാരത്തിൻ്റെയും ആ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് കാണാനായിട്ട് തോന്നൽ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാ. പകൽ എത്തിയപ്പോൾ ഇവരുടെ കാണുമെന്നറിയാൻ വേണ്ടി ഞാനത് വിളിച്ച് കൺഫേം ചെയ്തു. അപ്പോഴും നല്ലതായിട്ട് സംസാരിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് നായ്ക്കളെല്ലാം കൂടി പുറത്ത് വാതുക്കെ വന്ന് കിടന്ന് ബഹളം വെക്കുന്നത് ഞാൻ കണ്ടത്. ആദ്യം ഞാനത് പേടിച്ചിരുന്നു, നായ്ക്കൾ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതി. പക്ഷേ അവരെ മിണ്ടാതിരുന്ന് എനിക്ക് സഹകരിച്ചു. അങ്ങനെയാ ഞാൻ പോയി കഥ തുറന്നത് എന്ന് പറയുന്നുണ്ട്. അലീന രക്ഷിക്കണമെന്ന് പറഞ്ഞ കാർച്ചയും കേൾക്കായിരുന്നു എന്ന് മനു പറയുന്നുണ്ട്. എൻ്റെ മോളെ ഉപദ്രവിച്ചമാരെ വെറുതെ വിടില്ല ഞാൻ. സ്റ്റാൻലി ഇങ്ങോട്ട് വന്നോട്ടെ, അവന്മാർക്കുള്ള ബാക്കിയുള്ളത് അവൻ കൊടുത്തോളും എന്ന് പറയാണ്. അങ്ങനെ ഇവരവിടെ നിന്ന് ആൻ്റപ്പം പെട്ടെന്ന് ഇവർക്ക് പോയി വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അലീനക്കുഞ്ഞെ എന്തെങ്കിലും പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ജ്യൂസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പോവാതിരുന്നാൽ മതിയായിരുന്നു അല്ല അലീനക്കുഞ്ഞെ എന്ന് ചോദിക്കുകയാണ്. അതെ ആൻ്റപ്പൻ ചേട്ടാ, എല്ലാവരെയും ഞാൻ എൻ്റെ സഹോദരങ്ങളായിട്ടും അച്ഛനും സ്ഥാനത്തും ഒക്കെയാണ് കണ്ടത്. പക്ഷെ അവരെന്നെ ഇങ്ങനെ കണ്ടതെന്ന് എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട്. അപ്പച്ചൻ ഉടനെ അവനെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണേ. മനുവിനെ അപ്പച്ചന് തീരെ അങ്ങോട്ട് പിടുത്തമില്ല. ഏതെങ്കിലും ഒരു നസ്രാണിച്ചിറനെ കൊണ്ട് കെട്ടിക്കാനാണ് അപ്പച്ചൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ മനുവിൻ്റെ അടുത്തുനിന്ന് മാറ്റിയെടുത്താൻ മാക്സിമം അപ്പച്ചൻ ശ്രമിക്കുന്നുണ്ടേ. മോൾ ഇങ്ങോട്ട് വന്നേ, അപ്പച്ചൻ്റെ തിരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചിരുത്താണ്. എന്താ അപ്പച്ച എന്ന് ചോദിക്കുമ്പം, ഓർക്കാൻ കൂടി വയ്യ. ഇനി സ്റ്റാലിന് എവിടെയെങ്കിലും പോവാണെങ്കിൽ പൊന്നലൂർക്ക് വന്നേക്കണം എൻ്റെ അടുത്തേക്ക്. അവൻ പറയുമെന്ന് പറഞ്ഞ് ഇവിടെ ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കണ്ട. ഒരുത്തന്മാരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലാത്ത കാലാ.
ഏതവനാ എപ്പോഴാ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴായിരിക്കും സ്റ്റാൻലി ഗേറ്റും കിടന്ന് വണ്ടിയുമായിട്ട് കയറി വരുന്നത്. അപ്പച്ചൻ്റെ വണ്ടിയും ആൻ്റപ്പനും വേറെ മാനിൻ്റെ വണ്ടിയും എല്ലാം കണ്ട് ഇവിടെ ആരായിത്തേക്ക് ആൾക്കാർ എന്ന് ഓർക്കാണ്. സ്റ്റാൻലി അകത്തേക്ക് കയറി വരുന്നുണ്ട്. അല്ല മനു എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പം, അല്ല ഇവരെ നിനക്ക് പരിചയമുണ്ടോ? പിന്നെ മനുശങ്കറിനെ എനിക്കറിയാം, ഞാൻ ഫോണിൽ കണ്ടിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പച്ചനെന്താ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാവരും എന്താ ഇങ്ങനെ നിൽക്കുന്നേ എന്ന് ചോദിക്കാണ്. കാര്യമൊക്കെ ഞാൻ പറയടാ, എൻ്റെ കൊച്ചിനെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൻ പോയിരിക്കുന്നു. എൻ്റെ കൊച്ചിനെ പൊന്നൂർ കൊണ്ട് ആക്കുന്നമേലായിരുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചുകൊണ്ട് അപ്പച്ചൻ വഴക്ക് പറയാണ്. അപ്പച്ച അത് പിന്നെ ഇവരൊക്കെ ഇവിടെ മിണ്ടി പോകരുത്, നീ ആ മുറിലേക്ക് നോക്കിക്കേ എന്ന് പറയുമ്പം എന്താണെന്നറിയാൻ വേണ്ടി സ്റ്റാൻലി നേരെ അലീനയുടെ മുറിയിലേക്ക് പോയി നോക്കുകയാണ്. നോക്കുമ്പം ആ കാഴ്ച കണ്ട് സ്റ്റാൻലി ഞെട്ടിപ്പോകുന്നുണ്ട്. ഔസേപ്പും ബൈജും ചോരയെ കുളിച്ച് കിടക്കാണ്. നോക്കുമ്പോൾ നായ്ക്കളുടെ ദേഹത്തെല്ലാം ചോര പറ്റി ഇരിപ്പുണ്ട്. അയ്യോ എന്താ അപ്പച്ച ഇത്, ഈ നായ്ക്കളെല്ലാം കൂടി അവരെ എന്ന് പറയുമ്പം അതേടാ ഇവന്മാർ തന്നെയാ അവന്മാരെ കടിച്ച് ശരിയാക്കിയത്. എന്താ ബ്രൂണോ ഇത്, ഇവരൊരിക്കലും ഇങ്ങനൊന്നും കാണിക്കാത്തതാണല്ലോ. ആൻ്റെപ്പ എന്താ ഇതൊക്കെ, ഇവർക്ക് എന്ത് പറ്റി, ഇവരെ കൂട്ടടയ്ക്കാൻ മേലായിരുന്നോ, ഇവരിതുവരെ അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പം മനഃപൂർവ്വം തന്നെ ചെയ്തതാ സാബ് എന്ന് പറയാണ്. എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോഴേക്കും മനുവും അലീനയും കൂടി കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയാണ്. അത് കേട്ട് സ്റ്റാൻലി തയ്യാറിച്ച് നിന്ന് പോവാണ്. തൻ്റെ മകളെ, തൻ്റെ ജോലിക്കാരനെ താൻ ഇല്ലാത്ത സമയം നോക്കി ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചെന്ന് അറിഞ്ഞപ്പോൾ സ്റ്റാൻലി തകർന്നു പോകുന്നുണ്ട്. ഒരു കേണലായ എൻ്റെ വീട്ടിൽ കയറി ഇമ്മാരെ തോന്നിയ ദിവസം കാണിച്ച് ഇവന്മാരെ വെട്ടിയെറിഞ്ഞ കുളത്തിൽ തള്ളാമല്ലായിരുന്നു അപ്പച്ച എന്ന് ചോദിക്കാണ്. നിന്റെ ജോലിക്കാരല്ലേടാ, നീ കൂടി വന്നിട്ട് തീരുമാനിക്കാമെന്ന് ഞാൻ കരുതി. ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ ശരിയാവില്ലല്ലോ. ഞാൻ വന്ന സമയത്ത് ഇത് അറിഞ്ഞപ്പോൾ എനിക്കെന്ന കലിക്ക് എനിക്ക് അങ്ങനെ തോന്നിയത്. അവന്മാരെ കൊണ്ടാ കുളത്തിൽ താഴ്ത്താൻ. പിന്നെ നിന്റെ ജോലിക്കാരല്ലേ നീ ആ തീരുമാനിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ അവർക്ക് ചെറിയ ചലനം മാത്രമേ ഉള്ളൂ. സാബ് രക്ഷിക്കണേ, ഞങ്ങളോട് ക്ഷമിക്കണേ എന്നൊക്കെ പറയുമ്പം ക്ഷമിക്കാടാ എന്ന് പറയുന്നുണ്ട്. അടുക്കളയിലേക്ക് പോയി വലിയൊരു ഇരുമ്പിൻ്റെ തണ്ടെടുത്തോണ്ട് വരാണ്. വന്ന് രണ്ടുപേരുടെയും കാല് തല്ലി ഒടിക്കുന്നുണ്ട്. അവരുടെ കാർച്ച നല്ല ശരിക്ക് കേൾക്കാം. രണ്ട് കൈയും തല്ലി ഒടിക്കാണ്. രണ്ട് കൈയും രണ്ട് കാലും തല്ലി ഒടിച്ചു. പിന്നെ നായ്ക്കളാണെങ്കിലോ ദേഹം മൊത്തം കടിച്ചു മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് മതി, ഇവന്മാര് മരിക്കാൻ പാടില്ല അപ്പച്ച, രണ്ടവന്മാരും ജീവിക്കട്ടെ, കാലും കയ്യും ഇല്ലാതെ നായ കടിച്ച് ആ അവസ്ഥയിൽ അവന്മാർ ജീവിക്കണം ഈ ജീവിതകാലം മുഴുവനും എന്നും പറഞ്ഞ് സ്റ്റാൻലി പറയാണ്. അവന്മാരവിടെ കരഞ്ഞോട് കിടക്കുമ്പം ആൻ്റെപ്പ ഒരു ആംബുലൻസ് വിളിച്ച് ഇവന്മാരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, എന്നിട്ട് ആ തറയും ക്ലീൻ ചെയ്തിട്ട് എന്ന് പറയുന്നുണ്ട്. ശരി സാബ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അലീനയ്ക്കരികിൽ വന്നിരിക്കുകയാണ്. മോൾക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല, കൃത്യസമയത്താ മനുവേട്ടൻ വന്നത് എന്ന് പറയുന്നുണ്ട്. മനുശങ്കർ താങ്ക്സ്, മനു വന്നതുകൊണ്ട് എന്ന് പറയുമ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അലീനെ കാണാൻ വേണ്ടി ഞാൻ വന്നതല്ലേ, അവളെ രക്ഷിക്കാൻ ഞാനല്ലാതെ എന്ന് പറയുമ്പം അലീന നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് സ്റ്റാൻലി. അല്ല, ഈ നായ്ക്കളാട്ടോ ഏറ്റവും അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന മനു പറയുന്നുണ്ട്. നായ്ക്കൾ 4 പേരും കൂടി കഥയിൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കഥകത്തുനിന്ന് ലോക്കഡായിരുന്നു. അല്ലാണ്ട് ഫോണും വാങ്ങിച്ചു വെച്ചു, അതാ പ്രശ്നമായി പോയത്. അപ്പോൾ ഞാൻ വന്നിറങ്ങിയപ്പോൾ ഞാനൊന്ന് പേടിച്ചു നായ്ക്കളെ. പക്ഷേ ഞാൻ ഇറങ്ങിയിട്ടും അവൻ എൻ്റെ അടുത്തേക്ക് വന്ന പോലും ഇല്ല. അല്ലാണ്ട് കാർച്ച കേട്ടപ്പോഴാണ് എനിക്കൊരു ധൈര്യമായത്. നായ്ക്കളും എൻ്റെ കൂടെ അവളെ തേടാനൊക്കെ സഹായിച്ചു. കഥ പറഞ്ഞ് അകത്തേക്ക് കയറിയപ്പം എന്നെക്കാളും മുമ്പ് അവരാ ചാടി ചെന്നത്. അവരാദ്യം പൗലോസിനെയും ബൈജിനെ അറ്റാക്ക് ചെയ്തത്. ഞാൻ അലിനെ പിടിച്ചോണ്ട് വന്നത് മാത്രമേ ഉള്ളൂ. ബൈജിനോടും പൗലോസിനെയും അത്രയ്ക്ക് ഉപദ്രവിച്ചതും ഇവർ തന്നെയാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാ മൃഗങ്ങള് മനുഷ്യരെക്കാട്ടിലും നന്ദിയുള്ള ഇനങ്ങളാ. കണ്ടില്ലേ, 10-20 വർഷക്കാലം തീറ്റ കൊടുത്ത് ഞാൻ വളർത്തിയ ആ 2 അവന്മാരെ എന്നോട് കാണിച്ച ചതി കണ്ടില്ലേ? അവന്മാര് ലക്ഷങ്ങൾ എന്നെ വെട്ടിച്ചു, എന്നിട്ടും അവന്മാരോട് ഞാൻ ക്ഷമിച്ചു. അവസാനം എൻ്റെ മകളുടെ ദേഹത്ത് തന്നെ അവന്മാർ കൈവച്ചത് കണ്ടില്ലേ? പക്ഷേ ഇവര് കണ്ടോ, എത്ര വർഷം ഞാൻ വളർത്തിയെന്ന് പറഞ്ഞാലും നന്ദിയുള്ള നായ്ക്കളാ. ഉണ്ട ചോറിന് അവർ നന്ദി കാണിക്കും, പക്ഷെ മനുഷ്യവർഗം അങ്ങനല്ല. ഉണ്ട ചോറിന് അവർ ഒരിക്കലും നന്ദി കാണിക്കില്ല, പകരം വെറുപ്പും നമ്മളോടുള്ള ദേഷ്യമായിരിക്കും കാണിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ് മനുവിനോടും അവർ നന്ദി പറയുന്നുണ്ട്. അങ്ങനെ ഉച്ചക്കുള്ള ഭക്ഷണം വിളമ്പി എല്ലാവരും കഴിക്കുകയാണ്. ഇതിനോടകം തന്നെ ആംബുലൻസ് വന്ന പൗലോസിനെയും ബൈജിനെയും കൊണ്ടുപോയി കഴിഞ്ഞു. ആൻ്റപ്പൻ ആ മുറി മുഴുവനും കഴുകി വൃത്തിയാക്കാണ്. അലീന, ഇനി ആ മുറിയിൽ നീ കിടക്കണ്ട കേട്ടോ, മോള് വേറെ മുറി കിടന്നാൽ മതി. അപ്പം
അപ്പച്ചൻ പറയുന്നുണ്ട്, കുറച്ച് ദിവസമായി ഇവിടെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം പുനലൂർക്ക്. കുറച്ച് ദിവസം ഇനി ഇവളോട് നിൽക്കണ്ട. അത് പിന്നെ അപ്പച്ച വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ മോള് ആകെപ്പാടെ പേടിച്ച് ഷോക്കായിരിക്കുക. അവൾക്കതിനൊരു മാറ്റം വേണം. അവിടെയാകുമ്പം എല്ലാവരും ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. അതെ, ഷെറിനും കുഞ്ഞും ബാക്കി എല്ലാവരും ഉണ്ടല്ലോ അവിടെ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കളാമെന്ന് അലീന പറയാണ്. എന്നാൽ ശരി, അങ്ങനെ ആവട്ടെ എന്ന് നമ്മുടെ സ്റ്റാലിനും പറയുന്നുണ്ട്. മനു പറയാണ്, എന്നാൽ ഞാനും ഇവരോട് തന്നെ ഇറങ്ങിക്കോളാം. അലീനെ കൊണ്ട് കുറച്ചും സംസാരിക്കാൻ വന്നതാണ് എന്ന് പറയുമ്പം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. അപ്പച്ചൻ പറയുന്നുണ്ട്, മോൾ അലീന നീ വേഗം ഒരുങ്ങ്, നമുക്ക് ഇപ്പോൾ തന്നെ വിടാം. അങ്ങനെയാകുമ്പോൾ സന്ധ്യയാകുമ്പോഴേക്കും നമുക്കങ്ങ് എല്ലാം എന്ന് പറയുന്നുണ്ട്. ശരി അപ്പച്ച എന്ന് പറയാണ്. അവധക്കുട്ടി അവിടുന്ന് പോയി കഴിയുമ്പം അലീനയും മനുവും കൂടി ആ കോറിഡോറിലേക്ക് ചെല്ലാണ്. അവിടുന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അലീന, ഇതൊരു സേഫായ സ്ഥലമൊന്നുമല്ല. ഇവിടെ സ്ത്രീകളാരും ഇല്ലാത്തതുകൊണ്ടാണ് അത്രയ്ക്ക് സേഫ് അല്ലാത്തത്. ഈ കൊട്ടാരം, അതിൽ നിങ്ങൾ മാത്രം തനിച്ച്, എനിക്കതൊന്നോട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നീ അങ്ങോട്ടേക്ക് വാ, നമുക്ക് പോകാം കൊല്ലപ്പള്ളിയിലേക്കോ അല്ല കടപ്പാട്ടൂരിലേക്ക്, നിന്റെ വീട്ടിലേക്ക്. എൻ്റെ അമ്മ സത്യാനന്ദനം വരെ ഇനി ഞാൻ വന്നിട്ട് ഒരു കാര്യമില്ല മനുവേട്ടാ. എപ്പം ഞാൻ വന്നാലും അവിടെ തന്നെ അമ്മ ഓടിച്ചുവിടും, അല്ലെങ്കിൽ അവർ പരസ്പരം ഡിവോഴ്സ് ചെയ്യും. അതാ നടക്കാൻ പോണത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്കില്ല, എന്നെ നിർബന്ധിക്കണ്ട. അലീന അങ്ങനെ പറഞ്ഞ അല്ല മനുവേട്ടാ, അത് തന്നെയാ അതിൻ്റെ ശരി. ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങളുണ്ടാവും. വെറുതെ എന്തിനാ ഞാൻ വന്ന് ഒരു പ്രശ്നത്തിന് കാരണമാവുന്നത്? അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്കില്ല. പിന്നെ പുനലൂർ കുഴപ്പമൊന്നുമില്ല. അവിടെ സാന്ദ്രേച്ചിയും പിന്നെ ഷെറിനും എല്ലാവരും ഉണ്ട്. അവരുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു റിലീഫാ. എങ്കിലും എല്ലായിടത്തും നീ ഒരു അധികപ്പറ്റാണോ എന്ന് എനിക്കൊരു തോന്നല്. നിന്റെ ശരിക്കുള്ള വീട് കടപ്പാട്ടൂരല്ലേ? അവിടെ ഞാൻ അധികപ്പറ്റില്ല മനുവേട്ടാ. അമ്മയുടെ വീടല്ലല്ലോ, അത് അച്ഛൻ്റെ വീടല്ലേ? എങ്കിലും അവിടുത്തെ അച്ഛൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ശരിയാ. എങ്കിലും ഇല്ല. നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വാ. എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് തന്നെ കാണാൻ അവിടെ പറ്റുള്ളൂ. ഇവിടെ ആരെയൊക്കെ പേടിക്കണം, എനിക്കതൊന്നും വയ്യ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീനയും മനുവും അപ്പച്ചനും എല്ലാവരും കൂടി ഒരുമിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അലീനയൊക്കെ പുനലൂർക്കും മനു നേരെ എറണാകുളത്തേക്കും തിരിച്ചു പോവാണ്. കുറേ നേരം അലീനയുമായി സംസാരിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾക്ക് സംസാരിക്കുകയും അലീനയ്ക്ക് അവൻ കൊണ്ടുവന്ന ചുരിദാർ ഗിഫ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സ്റ്റാലിക്ക് ഇതൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. മനുവിനെ സ്റ്റാലിക്ക് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല. തൻ്റെ ബന്ധത്തിലുള്ള ആരെങ്കിലും കൊണ്ട് കെട്ടിക്കാനാണ് സ്റ്റാലിക്ക് ആഗ്രഹം. അങ്ങനെ എന്തായാലും പൗലോസിൻ്റെയും നമ്മുടെ ബൈജുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് 2 കാലും കയ്യിലും ഒടിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡിയിൽ മൊത്തം നായ കടിച്ചിരിക്കുകയാണല്ലോ. നായ കടിച്ച് വീണപ്പോൾ ഉണ്ടായ ആക്സിഡൻ്റ് ആണ് എന്ന് സ്റ്റാലിൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണ് കേട്ടോ. ഇതുപോലെ വരണമെന്ന സ്റ്റോറീസ് നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഹൈപ്പും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.